നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വയസ്സുകാരിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ കസ്റ്റഡിയിൽ. തിരുവനന്തപുരത്തെ വാമനപുരത്താണ് സംഭവം. ഒരു വയസ്സുള്ള പവിത്ര എന്ന കുഞ്ഞിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ അമ്മുമ്മ തൊഴിലുറപ്പിന് പോയി മടങ്ങിയെത്തിയപ്പോൾ കുഞ്ഞിനെ കിടപ്പുമുറിയിലെ പായയിൽ ചലനം പറ്റി കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ കാരേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിയെ മരിച്ച നിലയിലാണ് കൊണ്ടുവന്നതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. കൊലപാതകമാണെന്ന സംശയത്തിൽ പോലീസ് കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തു. താനാണ് കൊല ചെയ്തതെന്ന് കുഞ്ഞിന്റെ അമ്മ സമ്മതിച്ചതായി പോലീസ് പറയുന്നു. കുഞ്ഞിന്റെ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസിന്റെ സംശയം. കുഞ്ഞിനെ കഴുത്ത് നെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അശ്വതിയെ പോലീസ് വീട്ടിലെത്തി ചോദ്യം ചെയ്തതിനു ശേഷം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുഞ്ഞിന്റെ അച്ഛൻ പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാരനാണ്. കട്ടിലിൽ അനക്കമില്ലാതെ കിടന്ന കുട്ടിയെ മുത്തശ്ശിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. തുടർന്ന് മുത്തശ്ശി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിൽ കൈവിരൽപ്പാടുണ്ടായിരുന്നു. കുട്ടിക്ക് അസുഖങ്ങൾ വരുമായിരുന്നു എന്ന് അമ്മ പറയുന്നു. അശ്വതിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്ത മകൾ ഭർത്താവിനൊപ്പമായിരുന്നു. 3 ദിവസം മുൻപാണ് ഇളയ കുട്ടിയുമായി കളിച്ചോടുള്ള വീട്ടിൽ എത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണെന്ന് സംശയിക്കുന്നുവെന്നും പോലീസ് നേരത്തെ പ്രതികരിച്ചിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്താനുള്ള കാരണം ഉൾപ്പെടെയുള്ളവ അറിയുന്നതിനാണ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നും അറിയാൻ പോലീസ് ശ്രമം നടത്തുകയാണ്.